ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സൂം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പിൽ മീറ്റിംഗ് നമുക്ക് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ സൂം മീറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലൈവ് ക്ലാസ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ് ആണെങ്കിലോ നമുക്കത് റെക്കോർഡ് ചെയ്ത് ഫ്യൂച്ചറിലോട്ട് യൂസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ നമ്മുടെ സൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് താഴെ റൈറ്റ് സൈഡിൽ കോർണർ സൈഡിൽ റെക്കോർഡിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ സ്റ്റാർട്ടായിട്ട് മുകളിൽ റെക്കോർഡിങ്ങിൻ്റെ ടൈമിങ്ങും സെക്കൻഡ് ബൈ സെക്കൻഡ് മുകളിൽ കാണിക്കും. നമുക്ക് അത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റിങ്ങിൽ എന്ത് വേണമെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റെക്കോർഡിംഗ് പോസ് ചെയ്യുകയാണെങ്കിൽ പോസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. വോളിയം മ്യൂട്ട് ആക്കുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടോ നമുക്കെല്ലാം അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് റെക്കോർഡിംഗ് ഓൺ ഗോയിങ് ആയിരിക്കും. പിന്നെ അതേപോലെ നമുക്ക് ഈ റെക്കോർഡിങ്ങിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ പി സിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രസൻറ്റേഷൻ, ഇപ്പോൾ വേർഡ് ഫയലോ പവർ പോയിൻ്റ് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ടൈം നമുക്ക് സ്ക്രീൻ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ ഞാൻ മുമ്പ് കാണിച്ചതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പി സിയിൽ എന്തൊക്കെ നമ്മൾ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് സ്ക്രീൻ ഷെയറിങ് ചെയ്ത് പ്രസൻറ്റേഷനും ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും നിങ്ങൾ മുകളിൽ ആ ടൂൾ ബാറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരെല്ലാം വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് പെർമിഷൻ കൊടുക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് നമ്മളുടെ പെർമിഷൻ വേറൊരാൾക്ക് റെക്കോർഡ് ചെയ്യാൻ അലൗഡ് അല്ല. നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമേ അത് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവർക്ക് അവൈലബിൾ ആവുള്ളൂ. ആരാണോ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഈ കണ്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ നമുക്ക് ഇത് ആപ്ലിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരൊക്കെയാണ് ഇത് റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മീറ്റിംഗ് നമ്മൾ എൻഡ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസിൽ നമുക്ക് ഈ ഫയൽ സേവ് ആവുന്ന ഒരു ബോക്സ് ഷോ ആവും. നമ്മുടെ എത്ര സമയമാണോ നമ്മൾ മീറ്റിംഗ് റെക്കോർഡായത് ആ ഫയൽ നമുക്ക് വീഡിയോ ഫോർമാറ്റിൽ സേവ് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അത് എത്ര സമയമാണോ നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനനുസരിച്ച് അതിൻ്റെ ടൈം ടേക്ക് ആവും. അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഫയലിൽ പോയിട്ട് സൂം ആപ്ലിക്കേഷൻ്റെ ഫോൾഡറിൽ ഓഡിയോ സെപ്പറേറ്റ് വീഡിയോ സെപ്പറേറ്റ് സേവ് ആയി കിടക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ എന്തൊക്കെല്ലാം പി സിയിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം വീഡിയോ ആയിട്ട് സേവായി നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സൂം ആപ്ലിക്കേഷനിൽ സ്ക്രീൻ റെക്കോർഡർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ പാർട്ടിസിപ്പൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പാർട്ടിസിപ്പൻറ്റ് സെപ്പറേറ്റ് നമ്മൾ ഓഡിയോ ഫയൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും ഇതിൽ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. സെറ്റിങ്സിൽ പോയിട്ട് റെക്കോർഡിംഗ് എന്ന സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like and share and subscribe my channel for more tips and tricks. Thank you.